ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനു ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഉദയഭാനുവിനെ കാണുന്ന ദേവി ചാടി എഴുന്നേൽക്കുക, എന്നിട്ട് പറയും, അച്ഛനിപ്പോൾ സമാധാനമായല്ലോ. കള്ളങ്ങൾ കൊണ്ടൊരു കൊട്ടാരം തന്നെ അച്ഛൻ പണിതു, എന്നിട്ട് അതിന്മേൽ കയറിയിരുന്ന് ഒരു രാജാവിനെ പോലെ ജീവിച്ചു. അച്ഛൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യം എല്ലാം നേടിയെടുക്കാൻ മറ്റുള്ളവരോട് ഒരു 100,000 കള്ളങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഒരു പശ്ചാത്താപവും ഇല്ലാതല്ലേ അച്ഛൻ ജീവിച്ചത്. ഇങ്ങനെയൊക്കെ ജീവിച്ചപ്പം അച്ഛൻ ഓർത്തില്ല മുകളിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാളുണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്തായ അച്ഛാ എന്ന് ചോദിക്കുക. പൊന്നു മോളെ, നീ ഇങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തല്ലേ എന്ന് ഉദയഭാനു പറയണ. അല്ല, ഇതിനൊക്കെ കാരണം അച്ഛൻ തന്നെയാ. മരണത്തിൻ്റെ വാക്കിൽ നിന്നും അച്ഛനെ രക്ഷപ്പെടുത്തിയത് ആ കുഞ്ഞാ. അച്ഛൻ ഓർമ്മയുണ്ടോ? അച്ഛനത് മറന്നിട്ടില്ലല്ലോ അല്ലേ? എല്ലാം അച്ഛൻ മറന്നു. എന്നിട്ട് പോലും അച്ഛൻ നന്നായില്ലല്ലോ എന്ന് ദേവി ഉദയഭാനുവിനോട് ചോദിക്കുകയാണ്. ഈശ്വരൻ നമുക്ക് എത്ര മുന്നറിയിപ്പുകൾ തന്നച്ചാ, തിരുത്താൻ എത്രയെത്ര അവസരങ്ങൾ തന്നു. എന്നിട്ട് ഒരു തവണയെങ്കിലും അച്ഛനൊന്ന് മറുത്ത് ചിന്തിച്ചോ, നന്നാവാന്ന് ചിന്തിച്ചോ എന്ന് ദേവി ചോദിക്കുക. അച്ഛൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാ ഇപ്പോൾ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. എനിക്ക് മതിയായ അച്ഛാ എന്ന് ദേവി സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്. എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതേ നിങ്ങൾ ആളാ. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് അപ്പം ചോദിക്കുകയാണ് ഉദയഭാനു. അതെ, അച്ഛനിപ്പം മതിയായല്ലോ. മതിയായില്ലേ അച്ഛന്? ഇനി എന്തിനാ അച്ഛൻ ഇവിടെ നിൽക്കുന്നത്? അച്ഛനിപ്പം സമാധാനമായല്ലോ. എൻ്റെ പൊന്നു മോളെ ദേവി, നീ ഇങ്ങനൊന്നും പറയല്ലേടി. മതി, ഈ ഒരു മോള്. അച്ഛൻ പൊയ്ക്കേ. ഇനി അച്ഛൻ എൻ്റെ മുന്നിൽ നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അത് അച്ഛന് ബുദ്ധിമുട്ടായി മാറും. ദയവ് ചെയ്ത് അച്ഛൻ എൻ്റെ മുന്നിൽ നിന്ന് പോകാനാ പറഞ്ഞത്. പോ അച്ഛാ, ഇറങ്ങി പോ അച്ഛാ എന്നും പറഞ്ഞ് ദേവി വല്ലാത്തൊരു ഭാവത്തിൽ വരികയാണ് കേട്ടോ. എന്നിട്ട് കൈകൂപ്പി ഉദയഭാനുവിൻ്റെ മുന്നിൽ നിൽക്കുക. എൻ്റെ മനസ്സൊന്ന് ശരിയാകുന്നത് വരെ അച്ഛൻ എൻ്റെ മുന്നിൽ ദയവ് ചെയ്ത് വരരുത്. അച്ഛന് ക്ഷമിക്കാൻ പറ്റാത്തത്ര വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോകും. പോ അച്ഛാ, എൻ്റെ മുന്നിൽ നിന്നൊന്ന് കടന്നു പോ എന്നും പറഞ്ഞ് ദേവി കരയാണ് കേട്ടോ. തൻ്റെ മകളുടെ തകർന്ന അവസ്ഥ കാണുന്ന ഉദയഭാനു എന്ത് ചെയ്യണമെന്നറിയാതെ ആ റൂമിൽ നിന്ന് പുറത്തു പോവാണ് കേട്ടോ. അച്ഛൻ പുറത്തോട്ട് പോയി കഴിയുമ്പം ദേവിയും അവിടെ നിന്ന് നെഞ്ചുരുകി കരയാണ്. ഇതേ സമയം ഉദയഭാനുവിനെ നോക്കി ഹാളിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ബാലൻ്റെ അടുത്ത് പോയി ഉദയഭാനു ഇരിക്കുകയാണ്. ആകെ തകർന്നുള്ള ഉദയഭാനുവിൻ്റെ ഇരിപ്പ് കാണുന്ന ബാലനും ഒരുപാട് സങ്കടം തോന്നുക. അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയാ, നിങ്ങൾ എൻ്റെ മോളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം, അതിൽ ഒരു സംശയവും എനിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഗോമതി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ എന്നിട്ടും എന്താ സംഭവിച്ചത്? എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? ദയവ് ചെയ്ത് എന്നോടൊന്ന് പറ എന്നും പറഞ്ഞ് അവരുടെ മുന്നിലിരുന്ന് ഉദയഭാനു കരയുക. എൻ്റെ പേരക്കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. ബാല, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? അറിയാനുള്ള അവകാശം ആ കുഞ്ഞിൻ്റെ മുത്തശ്ശനായ എനിക്കില്ലേ ബാല എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ബാലന് സങ്കടം വരികയാണ് കേട്ടോ. എന്താ പറയുക എന്നറിയാതെ ബാലൻ നിൽക്കുക. ബാല, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, എന്താ എൻ്റെ പേരക്കുഞ്ഞിന് സംഭവിച്ചത്? എൻ്റെ ദേവിമോൾക്ക് എന്താ ഉണ്ടായത്? എന്നോടൊന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും പറ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഉദയഭാനു സാർ അറിയണം എന്ന് പറഞ്ഞ് ബാലൻ ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് കേൾക്കുന്ന ഗോമതിയും അടുത്ത് നിൽക്കുന്ന ധർമ്മനും ആകെ പേടിച്ച് വരച്ച് നിൽക്കുക. ബാലേട്ടൻ സത്യങ്ങളെല്ലാം അറിയാൻ പോവാണോ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കെല്ലാം കാരണം അവളാ എന്ന് പറയുക. എൻ്റെ മോള് അനുശ്രീ എന്ന് ബാലൻ പറയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബാലേട്ടൻ ഉദയഭാനു സാറിനോട് എല്ലാ സത്യങ്ങളും പറയുവാണോ, അനുവിൻ്റെ പേരും പറയുവാണോ എന്നോർത്ത് നെഞ്ച് കൈ വെച്ച് നിൽക്കുകയാണ് കേട്ടോ ഗോമതി. ബാല, നീ എന്തൊക്കെയായി പറയുന്നത്? ദേവിമോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം ബാലൻ്റെ മകൾ അനുശ്രീയാണെന്നോ? എന്താ ബാല ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യവാ, ഞാൻ പറഞ്ഞത് സത്യവാ സാറേ എന്ന് പറയണം കേട്ടോ. ഗോമതി ചാടിക്കയറി പറയും, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയം ദേവിമോള് കാല് തെറ്റിയാ വീണത് എന്ന് പറയാം. അത് കേൾക്കുമ്പം ഗോമതിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലൻ. പ്ലീസ് ബാലേട്ട പറയല്ലേ എന്ന് പതിയെ അപ്പം ബാലനോട് ഗോമതി കെഞ്ചാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലൻ ഒന്നും പിണ്ടാതെ നിൽക്കുക. പെട്ടെന്ന് ഉദയഭാനു ചോദിക്കും, അപ്പം അനുശ്രീ കാരണക്കാരി എന്ന് ബാലൻ പറഞ്ഞതോ? ശരിക്കും എന്താ സംഭവിച്ചത്? എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുവാണോ എന്ന് ചോദിക്കുക. അത് പിന്നെ പെട്ടെന്ന് ധർമ്മം പറയും, അത് അനുശ്രീ കാരണമാണെന്നാ അളിയൻ ഉദ്ദേശിച്ചത്, വേറൊന്നും കൊണ്ടല്ല. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല, അനുമോളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദേവിമോളെ അനു നന്നായിട്ട് നോക്കൂലോ എന്ന് കരുതി ചേച്ചി അത്ര ശ്രദ്ധിച്ചില്ല. അതാ പറഞ്ഞത് അനുമോള് കാരണമാണ് കാല് വഴുതി വീണതെന്ന്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ധർമ്മം കയറി ചാടി പറയണേ കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, അതെ അങ്ങനെയാ എന്ന് പറയാം. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഇനി ഒരു കാര്യമില്ല ബാല എന്ന് ഉദയഭാനു പറയാണ്. ആ കുഞ്ഞിനെ നമുക്ക് ആർക്കും വിധിച്ചിട്ടില്ല.
വെറുതെ എന്തിനാ അനുമോളെ എല്ലാവരും കൂടി പഴിചാരുന്നത്? ആ കുഞ്ഞും മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവളും വിചാരിച്ച് കാണത്തില്ലല്ലോ എന്ന് പറയാണ്. നിങ്ങൾ ആരും അനുമോളെ ഇനി കുറ്റപ്പെടുത്തണ്ട, ഇതിനൊക്കെ കാരണം ഞാനാ, എൻ്റെ ചില ചെയ്തികളാ. ദൈവമെല്ലാം കണ്ടുകൊണ്ട് മുകളിലുണ്ടെന്നുള്ള കാര്യം ഞാനും മറന്നുപോയി, എൻ്റെ അഹങ്കാരത്തിന് തിരിച്ചു തന്നതാ എന്നൊക്കെ പറയണം കേട്ടോ. പെട്ടെന്ന് ഉദയഭാനുവിൻ്റെ ഈ രീതിയിലുള്ള സംസാരം നമ്മുടെ ഗോമതി ശ്രദ്ധിക്കുന്നുണ്ട്. ബാലൻ അത്ര കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. എന്നിട്ട് ഉദയഭാനുവാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം തിരിച്ച് കൊണ്ടുവന്ന കവറിലേക്ക് വെക്കുകയാണ്. ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാ ഈ കുങ്കുമപ്പൂവും നെയ്യും ഒക്കെ. ഇനി ഇതൊക്കെ ആർക്കാ ബാല ഇവിടെ വെച്ചേക്കുന്ന, എന്തിനാ, ഞാൻ പോയേക്കുവാ എന്നും പറഞ്ഞ് വളരെ വേദനയോട് കൂടി ഉദയഭാനു പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഉദയഭാനു ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ആനന്ദ് ഓഫീസിൽ നിന്നും തിരിച്ചു വരുന്നത്. ബൈക്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഉദയഭാനുവിനെ കാണുന്നത്. പെട്ടെന്ന് ആനന്ദിന്റെ കൈ പിടിക്കാണ് ഉദയഭാനു. എന്നിട്ട് പറയും, എല്ലാം വിധിയാ മോനെ, അങ്ങനെ ഓർത്ത് നമുക്ക് സമാധാനപ്പെടാം, അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുക. വിധിയോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇത് വിധിയാണോ? ഇത് ഉണ്ടാക്കി തീർത്ത വിധിയാ. എന്നെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങളാരും പറയിപ്പിക്കരുത്. നിങ്ങളും നിങ്ങളുടെ മോളും കൂടി ചെയ്തു കൂട്ടിയതിൻ്റെ ഫലവാ ഞാനിന്ന് അനുഭവിക്കുന്നത് എന്ന് ആനന്ദ് പറയാ. എൻ്റെ കുഞ്ഞ് നിങ്ങളുടെ മോളെ പോലെ ഒരു പെരുങ്കള്ളിയുടെ വയറ്റി വളരാൻ പാടില്ലെന്ന് ഈശ്വരന്മാർ വിചാരിച്ചു, അതുകൊണ്ടാ ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ട് വിധിയാണത്രേ. നിങ്ങളുടെ മോക്ക് ശ്രദ്ധക്കുറവ് കൊണ്ടാ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പം നിന്ന് ന്യായീകരിക്കുന്നോ? മോനെ, ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് പറയല്ലേ, എൻ്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉദയഭാനു പറയാ. ദേ, എൻ്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കരുത്. നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളും നിങ്ങളുടെ മോളും എന്നോട് ചെയ്തിട്ടുള്ള ചതികളൊക്കെ ഈ നിമിഷം ഞാൻ വിളിച്ചു പറയും, വേണോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട മോനെ, അബദ്ധമൊന്നും എടാ ഉദയഭാനു സാറേ, നിങ്ങളോടും നിങ്ങളുടെ മോളോടുമുള്ള സെൻറ്റിമെൻറ്റ്സ് കൊണ്ടൊന്നും അല്ല ഞാൻ സത്യങ്ങളൊന്നും വിളിച്ചു പറയാത്തത് എന്ന് ആനന്ദ് പറയാ. ദേ, ഇപ്പം ഇതോട് താങ്ങാനുള്ള അവസ്ഥ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല, അതുകൊണ്ടാ. എടോ, അവർ തകർന്നു പോകും, അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് എൻ്റെ മുഖത്ത് നോക്കി വീണ്ടും മകൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ചേർത്ത് നിങ്ങളുടെ മോക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മോനെ, എൻ്റെ മോളെ ഉപദ്രവിക്കല്ലേ, അവളൊരു പാവവാ. അയ്യേ, പെണ്ണുങ്ങളെ തല്ലുന്നത് എൻ്റെ രീതിയല്ല, ഞാനിത് ചെയ്യുകയുമില്ല. പക്ഷേ അവൾ മനസമാധാനത്തോടെ ഇവിടെ കഴിയല്ല. ആനന്ദിനി അതിന് സമ്മതിച്ച് തരികയുമില്ല. ഇനിയും നിങ്ങൾ ഇവിടെ നിന്നാ അച്ഛനും അമ്മയും എല്ലാം അറിയും. ചിലപ്പോൾ ഞാനെല്ലാം വിളിച്ചു പറയും. അത്രയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് വലിയ നാടകമൊന്നും വേണ്ട, ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, പോകാനാ പറയുന്നത് എന്ന് പറയണം കേട്ടോ. ആനന്ദിനോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഉദയഭാനു വളരെ വേദനയോടുകൂടി തൻ്റെ മകളുടെ ജീവിതം ഇനി എന്താകുമെന്നോർത്ത് തിരിച്ചു നടക്കാൻ തുടങ്ങുക. അപ്പോൾ പെട്ടെന്ന് ആനന്ദ് പിന്നിൽ നിന്ന് വിളിക്കും, ഒന്ന് നിന്നേ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ എന്ന് പറയാണ്. എന്താ മോനെ എന്നപ്പോൾ ചോദിക്കുക. അപ്പം ആനന്ദ് അടുത്ത് വന്നിട്ട് പറയും, ഇനി അധിക കാലം ദേവമംഗലത്ത് നിങ്ങളുടെ മോൾ ഉണ്ടാവുകയില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ഉദയഭാനു ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് അവൾ തിരിച്ചു വരും എന്ന് പറയണം കേട്ടോ. ഒന്ന് കരുതിയിരുന്നോ, ഇനി നിങ്ങളുടെ മോൾക്കും നിങ്ങൾക്കും ഒരിക്കലും എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല, ഞാൻ അതിന് നിന്ന് തരികയുമില്ല. നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും ക്രൂരതയും അറിയാവുന്നവനായി ഞാൻ എന്നും പറഞ്ഞ് ആനന്ദ് അകത്തേക്ക് കയറിപ്പോവാം. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാതെ ഉദയഭാനുവും തലകുനിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. സമയം നമ്മുടെ ഉദയഭാനു ആകെ കുറ്റബോധത്തോടെ ഒരു അമ്പലനടയിൽ പോയി ഇരിക്കുവാണ് കേട്ടോ. അവിടെ പോയി നിന്ന് ദേവി പറഞ്ഞ വാക്കുകളും ആനന്ദ് തന്നോട് പറഞ്ഞ വാക്കുകളും എല്ലാം മനസ്സിലേക്ക് ഓടി വരികയാണ്. ആകെ കുറ്റബോധത്തോടു കൂടി ദൈവത്തിന് മുന്നിൽ തല കുനിച്ച് കൈകൂപ്പി നിൽക്കുക. ഈശ്വര, കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് ഞാൻ എൻ്റെ മോളെ നല്ലൊരു കുടുംബത്തിലെ മരുമോളാക്കി മാറ്റി. അവൾക്ക് അവിടെ ബഹുമാനവും സ്നേഹവും ഒക്കെ ലഭിച്ചപ്പം ഞാൻ കരുതി ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന്. അതുകൊണ്ട് വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ ചെയ്തു. ഞാനൊരു വലിയ തെറ്റായിരുന്നു എനിക്കിപ്പം മനസ്സിലായി. ഇനിയും എന്നെ പരീക്ഷിക്കല്ലേ ഈശ്വര, പൊറുക്കണം, എൻ്റെ തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണം. എൻ്റെ മോളെ ഇനിയും ശിക്ഷിക്കരുത്, അതിനെന്നെ ശിക്ഷിച്ചോളൂ. അവളുടെ ജീവിതം എൻ്റെ കൺമുന്നിൽ തകർന്നു പോകുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ മോളുടെ ജീവിതം നശിക്കല്ലേ എൻ്റെ ഭഗവാനെ, രക്ഷിക്കണേ, കൈവിടല്ലേ ദേവി, എൻ്റെ കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കല്ലേ. ആനന്ദമൊട്ട് അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണേ. ഞാനല്ലേ തെറ്റുകൾ ചെയ്തത്, അതിനുള്ള ശിക്ഷ എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ അനുഭവിച്ചോളാം, അതൊക്കെ ഞാൻ സഹിച്ചോളാം. എൻ്റെ മോളെ കൈവിടല്ലേ എന്നും പറഞ്ഞ് ആ അച്ഛൻ ദേവിക്ക് മുന്നിൽ നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.
സമയം നമ്മുടെ ആര്യൻ ഒരു ഓട്ടം വരുമ്പോഴാണ് അവിടെ അടുത്തായിട്ട് അലോകും ഫ്രണ്ട്സും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് ആര്യന് ദേഷ്യം ഉണ്ടാവുകയാണ്. അപ്പം തന്നെ ആകാശിനെ വിളിക്കുക. എന്നിട്ട് പറയും, ഏട്ടാ ഞാൻ ഏട്ടൻ്റെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരണമെന്ന്. എന്താടാ കാര്യം, കാര്യം എന്താണെന്ന് പറ എന്ന് പറയാം. ഏട്ടൻ ഇങ്ങോട്ട് വാ, ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്ന ആകാശം വേഗം തന്നെ ആര്യൻ അയച്ചു കൊടുത്ത ലൊക്കേഷനിൽ എത്തുകയാണ്. ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താടാ നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഏട്ടാ അതേ അലോകില്ലേ, അവനവിടെ ഉണ്ട്. അനുവിൻ്റെ പേരിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, പക്ഷേ അവന് നമ്മളൊരു പണി കൊടുത്തിരിക്കണം. ഇത്രയും വലിയ നെറുകേട് നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് അവൻ കണ്ടില്ലേ ചിരിച്ച് കളിച്ച് നടക്കുന്നത്, ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ എന്ന് പറയാം. എടാ നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ആകാശപ്പ ചോദിക്കൂ കേട്ടോ. കണ്ടോ ഏട്ടൻ കണ്ടോ, അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ആര്യൻ വണ്ടി മുന്നോട്ടെടുക്കുക. എടാ എന്താ കാണിക്കാൻ പോകുന്നേ? എന്നിട്ട് ആ വണ്ടി അവരെല്ലാവരും ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. പെട്ടെന്ന് അലോകും അവൻ്റെ ഫ്രണ്ട്സും പേടിച്ച് വിറച്ച് എഴുന്നേൽക്കുകയാണ്. അപ്പം അലോക് പെട്ടെന്നാണ് ആര്യനെ കാണുന്നത്. എടാ ഇവനെന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ആര്യൻ മനസ്സിൽ ചിന്തിക്കുക. ഇതേ സമയം തന്നെ അലോകിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓടി ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിൻ്റെ കണ്ണിൽ എന്താടാ കുരുവാണോ? വണ്ടി കൊണ്ട് നിർത്തേണ്ട സ്ഥലമാണോടാ ഇത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആര്യം പറയും, റോങ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നീയൊക്കെ കിടന്ന് എന്നോട് ന്യായം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നോടാ, നിൻ്റെയൊക്കെ ഭാഗത്തെ തെറ്റ് എന്നും പറഞ്ഞ് ഒരു കാരണം കിട്ടിയ പോലെ ആര്യന് അവനിട്ട് 2 അടി കൊടുക്കുകയാണ് കേട്ടോ. ആകാശം പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. ആ കൂടെ വന്നവന്മാർക്കിട്ടെല്ലാം അടിക്കുവാണ്. ഇതൊക്കെ കാണുന്ന അലോകാണ് പേടിച്ച് വിറയ്ക്കുക. ഈശ്വര, ഇവന്മാർ മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്ത് വന്നതാണെന്നാണ് തോന്നുന്നത് എന്നും കരുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പം ആകാശ് അവൻ്റെ പിന്നാലെ ഓടുവാണ് കേട്ടോ. കൂടെയുള്ള ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ ആര്യനും നല്ല രീതിയിൽ എതിരിടുന്നുണ്ട്. അതേസമയം നമ്മുടെ അലോകിനിട്ട് ആകാശം 8 അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി കിട്ടി തളർന്ന ആകാശം അവിടെ കിടക്കുകയാണ്. അപ്പോഴേക്കും അലോകിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒരു വിധത്തിൽ പഞ്ഞിക്കിട്ടിട്ട് നമ്മുടെ ആര്യനും ഓടി വരികയാണ്. എന്നിട്ട് അവർ 2 പേരും കൂടി ചേർന്ന് അലോകിനെ അവിടെ അടുത്തുള്ളൊരു അരുവിയിൽ മുക്കുകയാണ്. എന്നിട്ട് പറയും, നിൻ്റെ വീട്ടുകാരൻ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയണോടാ എന്ന് ചോദിക്കുക. അപ്പോൾ അലോകിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. റോങ് സൈഡിൽ നീ വണ്ടി പാർക്ക് ചെയ്തു, അപ്പോൾ അതിന് ആൾക്കാരെല്ലാം കൂടി നിന്നെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടു, അങ്ങനെ നീ നിൻ്റെ വീട്ടിൽ പറയാവോ? അതിന് മറിച്ച് എന്തെങ്കിലും നീ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ ഇതിൻ്റെ ബാക്കി നിനക്കിട്ട് ഞങ്ങൾ തരൂടാ എന്ന് ആകാശും ആര്യനും കൂടി പറയാം. ഇത് കേട്ട് പേടിച്ച് വിറച്ച് വേദനയോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ വെള്ളത്തിൽ കിടക്കുകയാണ് അലോക്. ആകാശും ആര്യനും അവനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ